രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ട്രാൻസ്പോർട്ടിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന്. എന്താണ് അഭിപ്രായം? നല്ല കാര്യമാണ്, പാവങ്ങൾക്ക് അതൊരു സഹായമാവും. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ പോക്കറ്റ് മണിയായി നൽകുമെന്ന് പറഞ്ഞാൽ നല്ലതാണ്. നിർധനരായ കുട്ടികൾക്ക് അത് നല്ലൊരു സഹായം തന്നെയാണ്. UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ സൗജന്യമായി യാത്രയ്ക്കുള്ള അനുമതി നൽകുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. അതിനെക്കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? എനിക്കത് സന്തോഷമായ കാര്യം, ഞാനിന്ന് അറിഞ്ഞ് അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്, വളരെ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അതുമില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ രക്ഷപ്പെടട്ടെ. ഗാന്ധിജിക്ക് താങ്ക് യു, 1000 താങ്ക് യു. രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ച UDF ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ സൗജന്യ യാത്ര, അതിനെക്കുറിച്ച് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? സന്തോഷം, നമുക്കത് സന്തോഷമല്ലേ. ശരി അമ്മ, ഇങ്ങനൊരു പ്രഖ്യാപനം വന്നതോടെ അമ്മ ആർക്ക് വോട്ട് ചെയ്യാനാണ് താല്പര്യം? അത് നമ്മളെ വ്യക്തിപരമായുള്ള കാര്യമല്ലേ, അത് നമ്മളിപ്പോൾ അങ്ങനെ. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ സൗജന്യ യാത്ര, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നല്ല കാര്യമാണോ? നമുക്ക് നല്ല കാര്യമേ ഉള്ളൂ. നല്ല കാര്യം തന്നെ, അത്രയും. ഇന്നുള്ള രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ച UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ സൗജന്യ യാത്ര, ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്, നല്ല കാര്യമാണ്. അത് ഇവിടെ കേരളത്തിൽ മാത്രമേ ഇല്ലാതെ ഉള്ളൂ സൗജന്യ യാത്ര, തമിഴ്നാട്ടിലെല്ലാം ഉണ്ട്. അപ്പം അതുപോലെ ഇവിടെ വലിയ നല്ലൊരു കാര്യമാണ്. ഇന്നിപ്പം കേരളത്തിലെ ട്രാൻസ്പോർട്ട് മന്ത്രിയെക്കുറിച്ച് ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് വല്ലതും ശ്രദ്ധയിൽപ്പെട്ടോ, കേട്ടോ? എന്താണ് അഭിപ്രായം? ചർച്ച ഇന്നത്തെ കേട്ടില്ല, ഇന്ന സ്ഥലത്തില്ലായിരുന്നു. UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചു. അതിനെക്കുറിച്ച് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? നല്ല കാര്യമല്ലേ അത്? നല്ല കാര്യം തന്നെ. അതിൽ എങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ശരി ശരി. പ്രായമുള്ള പുരുഷന്മാർക്ക് പ്രത്യേകമായ ഒരു മന്ത്രി കൊണ്ടുവരുമെന്ന് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചു. അതിനെക്കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? പ്രായമുള്ള പുരുഷന്മാർക്ക് വേണ്ടി അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിലേക്ക് വേണ്ടി ഒരു മന്ത്രിസഭ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ഒരു മന്ത്രിയെ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്ന ട്രാൻസ്പോർട്ട് ബസ്സിൽ അനുവദിക്കുമെന്ന് UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ അനുവദിക്കുന്നു. അതിനെക്കുറിച്ച് അങ്ങേക്ക് വല്ലതും പറയാനുണ്ടോ? നല്ല കാര്യം, അത് നല്ല കാര്യം തന്നെ. കേരളത്തിലെ UDF ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്ന രാഹുൽ ഗാന്ധി പുറത്തിറക്കിയിരിക്കുന്ന സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ സൗജന്യ യാത്ര, പ്രായപൂർത്തിയായ പുരുഷന്മാർക്ക് പ്രത്യേക മന്ത്രി എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എല്ലാം പറയാനുണ്ടോ? എൻ്റെ അടുത്താ നല്ല കാര്യമാണ്, നടത്തിയെന്ന നല്ല കാര്യമാണ്, എല്ലാം നടത്തി വരണം. ഇത് ഇലക്ഷൻ പ്രഖ്യാപനം മാത്രമായിട്ട് ഇത് ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് മാറായിരുന്നാൽ മതി. ശരി. ഇപ്പോഴത്തെ കേരളത്തിലെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയെക്കുറിച്ച് ഉയർന്നു വരുന്ന ആരോപണത്തെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. കാര്യമെന്ന് വെച്ചാൽ എല്ലാം അങ്ങനെയാണ്. കൂടുതലൊന്നും എനിക്ക് അതിനെപ്പറ്റിയൊന്നും പറയാനില്ല. ട്രാൻസ്ഫോമർ വന്തി വാചാലിട്ടടിക്കുന്നതേ ഉള്ള എനിക്ക് തോന്നുന്നത്, അല്ല വേറെ ഒന്നും. എനിക്ക് ഈ മന്ത്രിസഭയിൽ തുടരണോ രാജിവെക്കണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മന്ത്രിസഭ ഇപ്പോൾ വീണ് കഴിഞ്ഞപ്പോൾ രാജിവെച്ചല്ലേ പറ്റൂ. ഇപ്പം MLA ആയിട്ടിരിക്കാനല്ലേ പറ്റൂ.